ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ മൊമെൻ്റ് ഓഫ് എ മാഗ്നറ്റ് ഇൻ tan A പൊസിഷൻ. tan A പൊസിഷനിൽ വെച്ചിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണുന്ന എക്സ്പെരിമെൻ്റാണ്. 2 അപ്പാരറ്റസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും മാഗ്നറ്റുമാണ് വേണ്ടത്. ആദ്യം മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് നോക്കുക. കോമ്പസ് ബോക്സ് വുഡനാമിന് പാരലായിട്ട് 0 0 വരുന്ന രീതിയിൽ വെക്കുക. 0 0 പാരലായിട്ട് വരുന്നുണ്ട് വുഡനാമിന്. ഇനി ഹോൾ അപ്പാരറ്റസ് തിരിച്ചിട്ട് ഈ കോമ്പസ് ബോക്സിൽ അലൂമിനിയം പോയിൻ്റ് 0 0 വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ നോർമലി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാവും ഈ ഹോൾ അപ്പാരറ്റസ് നിൽക്കുക. ഇവിടെ 0 0 വരണം. അപ്പോൾ അലൂമിനിയം പോയിൻ്റ് 0 0 എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. മാഗ്നറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ അതിലാദ്യം മാർക്ക് ചെയ്ത് വെക്കണം. മാഗ്നറ്റ് ഇവിടെ വെച്ച് നോക്കുക. അതിൽ 30 to 60 വാല്യൂ എവിടെ വരുന്നതെന്നുള്ളത് മാഗ്നറ്റ് ഇവിടെ വെച്ച് നോക്കിയിട്ട് ഓൾമോസ്റ്റ് 25 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 25 ആദ്യം വെക്കുക. ഇവിടുന്ന് കോമ്പസ് ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് മാഗ്നറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 25 എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓൾമോസ്റ്റ് കിട്ടുന്നത് 54 52 ആണ്. അതേപോലെ തന്നെ പിന്നെ മാഗ്നറ്റ് തിരിച്ച് വെച്ചിട്ട് ഇവിടെ 25 വെക്കുക. അപ്പോൾ അവിടെ എത്ര കിട്ടുന്ന വാല്യൂ നോക്കാം. ഡിസ്റ്റൻസ് 25 എടുത്തപ്പോൾ ഫസ്റ്റ് 52 51 വന്ന്, റിവേഴ്സ് ചെയ്ത സമയത്ത് 53 52 വന്ന്. അതേപോലെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റ് സെയിം ഡിസ്റ്റൻസിൽ വെക്കുക. മാഗ്നറ്റ് 25 വെച്ചപ്പോൾ ആംഗിള് കിട്ടുന്നത് 52 51 ആണ്. അതിനുശേഷം അതേപോലെ മാഗ്നറ്റ് 25 നേരെ തിരിച്ച് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വാല്യൂ 51 54 ആയിട്ടാണ് കിട്ടുന്നത്. 52 സെക്കൻഡ് 51 54. ഡിസ്റ്റൻസ് 27 എടുത്തപ്പോൾ കോമ്പസ് ബോക്സിൽ 47 46 കിട്ടുന്നത്. തിരിച്ചു വെച്ചു. വാല്യൂ 44 45 ആണ് കിട്ടുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ കോമ്പസ് ബോക്സിൽ റീഡിങ് വാല്യൂ ഓൾമോസ്റ്റ് 45 46 കിട്ടും. ഈ സെയിം ഡിസ്റ്റൻസിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് വാല്യൂ ഓൾമോസ്റ്റ് 46 45 ആയി കിട്ടും. ഓൾമോസ്റ്റ് 45 46 46 45. ഈ കിട്ടിയ θ1 θ2 θ3 θ4 θ5 θ6 θ7 θ8 ഓൾമോസ്റ്റ് ഏകദേശം ഒരേ വാല്യൂ വരണം. വേരിയേഷൻ തോന്നെ രീതിയിൽ ഗ്യാപ്പിൽ വേരിയേഷൻ വരാൻ പറ്റില്ല. മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് 7.5 ആണ്. സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് × 10⁻² മീറ്റർ വരും. ഇനി ഡിസ്റ്റൻസ് ഫസ്റ്റ് എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ആണ്. മീറ്ററിലേക്ക് ആക്കുമ്പോൾ × 10⁻² വരും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോമ്പസ് ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് മാഗ്നറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഫസ്റ്റ്
ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റ് നിൽക്കുന്ന സമയത്ത് കോമ്പസ് ബോക്സിൽ ഉണ്ടാകുന്ന ആംഗിൾ 52 കോമ്പസ് ബോക്സിൻ്റെ മറ്റേ അപ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 52, 51, 53, 52 ആണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടുന്ന വാല്യൂസ് 52, 53, 52, 51, 54. ഇതിന് ഈ വാല്യൂസിൻ്റെ മീൻ എടുക്കുന്ന സമയത്ത് 52.25 കിട്ടും. ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡൈപോൾ മൊമെൻ്റ് കാണും. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 10⁻⁷. BH എന്ന് പറയുന്നത് അവിടെ 3.38 × 10⁻⁻⁴ ആണ്. അപ്പോൾ ഇൻറ്റു 0.38 × 10⁻⁻⁴ ഇൻറ്റു D സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 10⁻⁻² ഹോൾ സ്ക്വയർ ഇൻറ്റു 25 × 10⁻² ഹോൾ സ്ക്വയർ മൈനസ് L എന്ന് പറയുന്നത് 70.5 × 10⁻² ആണ്. 2L എന്ന് പറയുന്നത് 70.5 × 10⁻² ആണ്. അപ്പോൾ L എന്ന് പറയുമ്പം 7.5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3.75 × 10⁻². ഇനി അതിൻ്റെ സ്ക്വയർ L സ്ക്വയർ ആണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റു സ്ക്വയർ എന്നിട്ട് ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കാം. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × D. D എന്ന് പറയുന്നത് 25, 2 × 25 × 10⁻². ടാൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഇവിടെ കിട്ടി 52.25 ആണ്. അപ്പോൾ ടാൻ 52.25. ഫസ്റ്റ് ടാൻ തീറ്റ കാണാം. ടാൻ 52.25 1.29. അടുത്ത D സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ കാണാം. എന്ന് പറയുന്നത് 25 × 10⁻² ഹോൾ സ്ക്വയർ മൈനസ് 3.75 × 10⁻² ഹോൾ സ്ക്വയർ 0.061. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം. 3.73 × 10⁻³ divided by 2 × 25 × 10⁻².5. ഇനി 10⁻⁷ × 0.38 × 10⁻⁴ ചെയ്യുമ്പോൾ 380 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. 3.73 × 10⁻³ divided by 0.5. 7.46 × 10⁻³ 7.46 × 10⁻³ into 1.29 into 38, which is equal to 3.656. കിട്ടുക 3.651. ബാക്കിയുള്ള വാല്യൂസ് എടുത്ത് മൊത്തം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് 3 ആയിട്ടുള്ള വാല്യൂസാണ് മൊത്തം കിട്ടുക. ഇനി അതിൻ്റെ മീൻ കാണാം. മീൻ എന്ന് പറയുന്നത് അപ്പം മാഗ്നറ്റിക് മൊമെൻ്റ് കിട്ടുന്നത്
മീൻ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 3.684 ആണ്. ഇനി പോൾ സ്ട്രെങ്ത് എം ആണെങ്കിൽ m/12 ആണ്. എം എന്ന് പറയുന്നത് 3.684ഉം 12 എന്ന് പറയുന്നത് 7.5 × 10⁻². ചെയ്യുന്ന സമയത്ത് (49.12). അപ്പം പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 49.12. അപ്പം ടാനിൻ്റെ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 49.12 ആണ് കിട്ടുന്നത്.